ഇത് നമ്മുടെ TP Link ടാപ്പോ എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു ബേസ് മോഡൽ ക്യാമറയാണ്, വൈഫൈ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. മെമ്മറി കാർഡ് എന്ന സ്ലോട്ടാണ് വരുന്നത്, റീസെറ്റ് ബട്ടൺ ഇതാണ്. അതുപോലെ 9 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഇത് യൂസ് ചെയ്യുന്നത്, അത് കൊടുക്കുന്ന പോർട്ടാണ് വരുന്നത്. നമ്മളിത് പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 3 മീറ്റർ വരെ ഇതിൻ്റെ കേബിൾ ലെങ്ത് വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ പോവാം, TP Link ടാപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ID ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ക്രിയേറ്റ് TP Link ID ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇമെയിലും പാസ്വേഡും സെറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇമെയിൽ ID ഉള്ളതുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ കൊടുത്തു, പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ലോഗിനായി. മേലെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആഡ് ഡിവൈസ് എടുക്കുക. നമ്മൾ ക്യാമറയുടെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാമറ ഏതാണോ സെയിം മോഡൽ അടിച്ചു കൊടുക്കുക. ക്യാമറ ഓക്കെ ആണ്. റെഡ് ആൻഡ് ഗ്രീൻ കത്തി കഴിഞ്ഞാൽ ക്യാമറ ഓക്കെ ആണ്. ക്യാമറൻ്റെ വൈഫൈ ആയിട്ട് ക്യാമറ കണക്ട് ചെയ്യാം. മൊബൈലും ക്യാമറൻ്റെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയ അടുത്തത് നമ്മളെ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ വൈഫൈ അതിൻ്റെ പേര് സെലക്ട് ചെയ്യാം. പാസ്വേഡ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പേര് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമുക്ക് ഐക്കൺ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇത് ക്ലൗഡാണ് ചോദിക്കുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. മെമ്മറി കാർഡ് 512 വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളെ ക്യാമറ കണക്റ്റായി, ABCൻ്റെ പേരിൽ ക്യാമറ കണക്റ്റായി. ഇനി നമുക്ക് ക്യാമറ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ലോഗിനായി. ഇനി നമുക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 2-way ടോക്കിംഗ് ഉണ്ട്. കോൾ കൊടുത്തു കഴിഞ്ഞാൽ കോൾ ചെയ്യാം. നമ്മളിവിടെ പറയുന്നത് അങ്ങോട്ട് കേൾക്കും, ക്യാമറയിലും കേൾക്കും. ഇതൊരു ഓപ്ഷനാണുള്ളത്. ക്യാമറ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ക്യാമറ റൊട്ടേഷൻ ചെയ്യാൻ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഡിവൈസ് ഷെയറിംഗ് അവർ കൊടുത്താൽ നമ്മൾ ആർക്കാണോ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ക്യാമറ സെലക്ട് ചെയ്യുക, ഷെയർ കൊടുക്കുക. ഇവിടെ അവരുടെ TP Link ID അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ കൊടുത്താൽ TP Link ID കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ക്യാമറ ആക്സസ് ചെയ്യാൻ കഴിയും. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റിയിലൊരു ക്യാമറയാണ്. TP Linkന്റെ ബേസ് മോഡൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയാണ്, റൊട്ടേഷൻ ടൈപ്പ്.